സർ, നമ്മുടെ ബിസിനസ്മെൻസ് എല്ലാം ഒരുപാട് ഗോൾസ് സെറ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് അവർക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവരതിനകത്ത് ഫെയിൽ ആവുന്നു? ഒരു ബിസിനസ്സുകാരൻ ഗോൾ സെറ്റ് ചെയ്തു, ഇൻ കേസ് അൺഫോർച്ചുനേറ്റ്ലി അത് സക്സസ് ആയിട്ടില്ലെങ്കിൽ, ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ ആ ഗോള് ബിസിനസ്സുകാരൻ്റേത് മാത്രമായിരിക്കും. ഒരു ബിസിനസ്സുകാരൻ മാത്രമല്ല, അയാളുടെ എംപ്ലോയീസ് ഉണ്ട്, അയാളുടെ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഗോള് സക്സസ് ആകണമെങ്കിൽ ഞാൻ മാത്രമല്ല അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഗോള് തന്നെ ആയിരിക്കണം നമ്മുടെ സ്റ്റാഫിൻ്റെ ഗോള്, അത് തന്നെ ആയിരിക്കണം നമ്മുടെ കസ്റ്റമറുടെ ഗോളും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗ്രോത്ത് കമ്പാനിയൻ ആൻഡ് ടീം ഒരു മിഷൻ വെച്ചിരിക്കുകയാണ്. 2025 സ്ട്രഗ്ലിംഗ് സ്റ്റേജിലുള്ള 1000 കച്ചവടക്കാരെ സക്സസ്ഫുൾ ആക്കാൻ ഹെൽപ്പ് ചെയ്യുക. നമ്മുടെ ഗോൾ അതാണ്. അതൊരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെയും ഗോൾ അതാണ്. നമ്മുടെ ഒരൊറ്റ കമ്പനി മാത്രമാണ് കേരളത്തിൽ ഇൻസെൻറ്റീവ് കൊടുക്കാത്ത കമ്പനി. നമ്മുടെ സെയിൽസ് ടീം ഈ 1000-ൽ 500 ആളെ കൊണ്ടുവന്നാലും നമ്മൾ 1 രൂപ പോലും ഇൻസെൻറ്റീവ് കൊടുക്കുന്നില്ല. അതേസമയം അയാൾ കൊണ്ടുവന്നൊരു കസ്റ്റമർ വേറൊരാളെ നമുക്ക് റെഫർ ചെയ്തെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് 40% കൊടുക്കുന്നുണ്ട്. അത് കേരളത്തിലെ ഏറ്റവും ഹയസ്റ്റ് റേഞ്ചാണ്. എപ്പോഴാണ് ഒരു കസ്റ്റമർ നമുക്ക് വേറൊരു കസ്റ്റമറെ റെഫർ ചെയ്യുക? അയാൾ സക്സസ്ഫുൾ ആകുമ്പോൾ മാത്രമാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാഫിൻ്റെ കൂടി ഡ്യൂട്ടിയാണ് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കസ്റ്റമറെ സക്സസ് ആക്കുക എന്നുള്ളത്. അപ്പോൾ ഒരേ ഗോളിനാണ് നമ്മുടെ കമ്പനി മുന്നോട്ട് പോകുന്നത്, അതേ ഗോളിൻ്റെ തന്നെയാണ് നമ്മുടെ സ്റ്റാഫും, അതേ ഗോളിൻ്റെ തന്നെയാണ് നമ്മുടെ കസ്റ്റമറും പോകുന്നത്. സോ അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ആ ഗോള് സക്സസ് ആവുകയുള്ളൂ.